കോഡ് റെഡ് ഡേഞ്ചർ അഹെഡ്. ഡേഞ്ചറാ? എവിടെ? അല്ല, എവിടെ ഇല്ല, പക്ഷെ എനിക്കൊരു അപകടം തോന്നുന്നുണ്ട്. ചിലപ്പോ നാളത്തെ പ്രസന്റേഷനെ കുറിച്ച് ആലോചിച്ചിട്ടാവാം, അതല്ലെങ്കിൽ ഇനിയിപ്പോ ഇല്ലാത്ത കാമുകിയെ കുറിച്ച് ചിന്തിച്ചിട്ടും ആവാം. ഓ മൈ ഗോഡ്, റെഡ് അലേർട്ട് ആണല്ലോ. അഡ്രിനാലിൻ ഗ്ലാൻഡ് ആ സ്ട്രെസ് പാക്കേജ് ഒന്ന് അഴിച്ചുവിട്. ഓക്കെ സർ, റിലീസിംഗ് കോർട്ടിസോൾ പ്ലസ് അഡ്രിനാലിൻ. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ലോങ് ടൈം സ്ട്രെസ് ഇൻകമിങ് മുതലാളി. നീ എന്താണ് ഈ കാണിക്കണത്? ഞാൻ മുതലാളിയുടെ ഹാർട്ട് റേറ്റ് ഒന്ന് ഇച്ചിരി കൂട്ടുക, അതേപോലെ തന്നെ ലങ്സിലേക്ക് ഒരു ഇച്ചിരി അധികം ഓക്സിജനും. അതാകുമ്പോൾ ബ്ലഡിൽ ഓക്സിജൻ കൂടി കാർബൺ ഡൈ ഓക്സൈഡ് കുറയും. അങ്ങനെ നമുക്ക് റെസ്പിറേറ്ററി ആൽക്കലോസിസും ആവാം. അഴുക്ക ചെറുക്കൻ തന്തേക്കാ മോശം. മോനെ, എനിക്ക് പറ്റിയ കണ്ടീഷൻ. കുറച്ചധികം സിഗ്നൽസ് അയക്കാം. മുതലാളി ചുമ്മാ ഇരുന്ന് ഓവർ തിങ്ക് ചെയ്യട്ടെ. ആരും പേടിക്കണ്ട, സിറ്റുവേഷൻ ശാന്താക്കാൻ ഞാനിവിടെ ഉണ്ട്. പക്ഷെ കണ്ടീഷൻ ഇച്ചിരി മോശമായതുകൊണ്ട് കുറച്ചധികം സമയം എടുക്കും. പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടോ, ബാക്കിയുള്ളവരെ കൂടെ പറയിപ്പിക്കാനായിട്ട്. മൂഡ് റെഗുലേറ്റ് ചെയ്യുന്ന ഞാനാ ഇവന്റെ ഒക്കെ മെല്ലപ്പോക്കുകാരൻ ഒരു മൂഡും ഇല്ലാണ്ടിരിക്കുന്നു. മോട്ടിവേഷനും പ്രഷറും ഒക്കെ കൊടുക്കലാണ് എന്റെ പണി. പക്ഷെ ഈ കണ്ടീഷൻ എന്നെ അതിനെ അനുവദിക്കുന്നില്ല. ഞാൻ ഓഫ്ലൈനിൽ പോവാണ്. ഈ ബ്രെയിൻ്റെ നാച്ചുറൽ റിലാക്സർ ആണ് ഞാൻ. പക്ഷെ ഈ മുതലാളി പ്രോപ്പറായി ഉറങ്ങാത്തതുകൊണ്ടും കൂടുതൽ കഫീൻ കുടിക്കുന്നതുകൊണ്ടും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഒക്കെ കൊണ്ട് എനിക്ക് പ്രോപ്പറായി വർക്ക് ആവാൻ പറ്റുന്നില്ല. നീയൊക്കെ കൂടെ എന്നെ പറയിപ്പിക്കലോടെ. ആൻസൈറ്റി എന്നത് ഒരു സർവൈവൽ ട്രിക്കാണ്. ഫോർ എക്സാമ്പിൾ, ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ വിചാരിക്കുന്നത് നമ്മളെ ഒരു സിംഹം ചേസ് ചെയ്യുന്നു എന്നാണ്. പക്ഷേ ആക്ച്വലി അതൊരു ഡെഡ് ലൈൻ ആവാം, ഓവർ തിങ്കിങ് ആവാം, ഈവൻ ടൂ മച്ച് ഓഫ് കഫൈൻ കൂടെ ആവാം. പക്ഷെ നമ്മുടെ അലാറം സിസ്റ്റത്തിന് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അറിയില്ല. ഓക്കെ ഗായ്സ്, കണ്ടീഷൻ എല്ലാം ഒന്ന് ഓക്കെ വരാണ്. ലങ്സ് ബ്രീത്ത് സ്ലോലി, ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ പോവാണ്. അത് അഡ്രിനാലിന്റെ അളവ് കുറയ്ക്കും. മെഡിറ്റേഷൻ അത് ഗാബയെ ബൂസ്റ്റ് ചെയ്യും. ശരിയായ ഉറക്കം ന്യൂറോൺസിനെ റിപ്പയർ ചെയ്യും. പിന്നെ ബാലൻസ് ഫുഡ് ബ്രെയിനിനെ സ്റ്റേബിൾ ആക്കും.